ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഷോട്ടിനെ പരിചയപ്പെടുത്താനല്ല വന്നത്. ഞാൻ എങ്ങനെയാണ് ഇൻഷോട്ട് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇൻഷോട്ടിൽ പോയി വീഡിയോ ഞെക്കിക്കഴിഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വീഡിയോകൾ എടുക്കാം. ഞാനൊരു ഡാൻസ് വീഡിയോ ആണ് സെലക്ട് ചെയ്തത്. ഏത് മൂഡ്? ഓണം മൂഡ് തന്നെ. അപ്പം നേരെ ടിക്കടിച്ചാൽ അവിടെ എത്തിക്കോളും. അത് കഴിഞ്ഞ് ഗിൽറ്ററിൽ പോയി ഞെക്കിക്കഴിഞ്ഞാൽ ഗിൽറ്റർ ഫിൽറ്റർ, അപ്പോൾ ഗിൽറ്ററിൽ ഞെക്കണം. ഞെക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ ഒത്തിരി ലാഗ് അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ലെങ്ത്ത് കൂട്ടിക്കൊടുക്കാം. ഒരു സ്മൂത്ത് സ്ലോ കിട്ടിയില്ലേ? ഇതാണ് നമുക്കവിടെ വേണ്ടത്. പിന്നെ നമ്മൾ ഗിൽറ്ററിൽ പോയി ഞെക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു എഫക്റ്റ് ഉണ്ട് ഇവിടെ. ക്യാമറ ഷേക്ക് എന്ന് പറയും. കാപ്കട്ടിലും വീട്ടിലും ഫേസ് ട്രാക്കിംഗ് ഉള്ളപ്പോൾ ഇതിനകത്ത് അതില്ലാത്തത് കൊണ്ട് നമ്മൾ ക്യാമറ ഷേക്കിംഗ് ആണ് എടുക്കുന്നത്. ക്യാമറ കിടന്ന് കുലുങ്ങുന്ന പോലെ കുലുങ്ങിക്കൊണ്ടിരുന്നോളും. പുതിയ ഒത്തിരി ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഫേസ് ട്രാക്കിംഗ് കൊണ്ടുവരാം. അതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നില്ല എന്ന് ക്ഷമിച്ചേക്കണേ. എനിക്ക് പനിയാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ്. അല്ലേ ഞാൻ പനി മാറിയിട്ടിടാം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്നൊന്ന് സൗണ്ട് കേട്ടോണ്ടിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കല്ലേ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഗിൽറ്റർ എടുത്തിട്ട് സൂം എടുത്തു. സൂം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഫിൽറ്റർ എടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ഫിലിം പോലെ ഇങ്ങനെ സൂം പോയിട്ട് ഫിലിം ഇങ്ങനെ വരുന്നുണ്ട്. അതെടുത്തു. പക്ഷെ അതിൻ്റെ മേളത്തെ റെഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി ഞാൻ വേറൊരു എഫക്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരു എഫക്റ്റ് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് സൗണ്ട് മാറ്റാൻ പോയതാണ് ഗൈസ്. കൊള്ളാമോ എൻ്റെ കുഞ്ഞു പിള്ളേരുടെ സൗണ്ട്? അപ്പോൾ ഇതങ്ങോട്ട് ചേരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നോ, ആദ്യം മേലിൽ കിടക്കുന്നത് അങ്ങ് ഞാൻ വലിച്ചങ്ങ് നീട്ടി. എന്നിട്ട് ഏറ്റവും താഴെ കിടക്കുന്ന ആ സ്ലോ ഇല്ലായിരുന്നു, സ്ലോ സൂം, ആദ്യം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് വേണ്ട ഗിൽറ്ററിൽ പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എവിടെയാണോ അവിടെ പോയി നിൽക്കിക്കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. ഫിൽറ്റർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് കളഞ്ഞു. അതോ ഈ സൗണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫിൽറ്റർ ഫുൾ അവിടെ ശരിയായി. പിന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരെണ്ണം കൂടെ കിട്ടിയാൽ നല്ലതല്ലേ. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണേ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലെ ഇതുപോലെ വല്ല അറിയാനുണ്ടെങ്കിലോ എന്തായിക്കോട്ടെ, ഏതായി ആപ്പായിക്കോട്ടെ. ഇന്നത്തെ ഫിൽറ്ററൊക്കെ തീർന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടിന്നുമോനെ വിളിക്കാൻ വർത്താനം പറയാൻ. നമുക്ക് AI ഗിൽറ്ററിലോട്ടൊന്ന് പോയാലും എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ എല്ലായിടത്തും സ്പ്ലിറ്റ് അടിക്കണം. അപ്പോൾ വേറെ വേറെ വീഡിയോ ആയിട്ട് അത് വന്നോളും. ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ ഒത്തിരി എഫക്റ്റ് വരുന്നതായിരിക്കും. ഞാൻ എടുക്കുന്ന എഫക്റ്റ് മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഒത്തിരി ബോർ അടിപ്പിക്കുമല്ലേ. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എടുത്തിട്ട്
രണ്ടെണ്ണത്തിൽ ഞാൻ ചെയ്തില്ല ഗായ്സ്, അതെനിക്ക് കിട്ടിയില്ല എഫക്റ്റ് ഒന്നും നല്ലതായിട്ട്. അതുകൊണ്ട് ഞാൻ ആനിമേഷൻ എടുത്തിട്ട് അതിനകത്ത് എഫക്റ്റാണ് ഇട്ടത്. ആദ്യത്തെ ഒന്നത്തിനകത്ത് ഞാൻ ഇട്ട ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നെറ്റ് പോകും. അപ്പോൾ ഞാൻ കോംബോയിൽ കയറിയിട്ടാണ് ഒരു ആനിമേഷൻ എടുത്തത്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റേ എഫക്റ്റിനൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്കിതിനകത്ത് അത്ര നല്ലതായിട്ട് തോന്നില്ല. അപ്പം ഞാൻ ആ എഫക്റ്റ് എടുത്തില്ല. അപ്പം ഞാൻ ആദ്യം കയറിയതിനകത്ത് ഒരു എഫക്റ്റ് ഞാൻ എടുത്തു. ഞാൻ നെക്കി കളിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനകത്തൊന്നും, അത് സെറ്റായി. അപ്പോൾ ഞാൻ ടിക്കടിച്ച് വിട്ടിട്ടുണ്ട്. ഈ ലാസ്റ്റ് വീഡിയോ നമുക്ക് ഇനി ഒന്ന് കാണാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ലോഗോ ഒന്ന് കളഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടാലോ.